1.5 വയസ്സിൽ ഞാൻ വീൽ ചെയറിലായത്. പിന്നെ അതിനെ അതിജീവിക്കാനുള്ള ശ്രമമാണ്. പക്ഷെ 47 വയസ്സായപ്പോഴാണ്, 46 വയസ്സ് ആയപ്പോഴാണ് എനിക്കൊരു സ്വയം പര്യാപ്തതയിലേക്ക്, മറ്റുള്ളവരുടെ കണ്ണിലല്ല, ഞാൻ എന്റെ ജീവിതത്തിൽ സ്വയം പര്യാപ്തതയിൽ എത്തിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ മുമ്പത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ബ്ലഡ് ഡൊണേഷൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നമ്മൾ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു, അജിത്ത് എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെട്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊണ്ട് രക്തദാനം ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അജിത്തേട്ടൻ. ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊണ്ട് രക്തദാനം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗിന്നസ് റെക്കോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അർഹനായിട്ടുള്ള ഒരാളാണ് നമ്മുടെ അജിത്തേട്ടൻ. അപ്പോൾ അജിത്തേട്ടനൊരു ഭിന്നശേഷിക്കാരനാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജിത്തേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് അജിത്തേട്ടൻ്റെ ഒരു വണ്ടിയുണ്ട്. അജിത്തേട്ടൻ ഒരു മാരുതി വാഗണർ എടുത്തിട്ട് അത് ഓൾട്ടർ ചെയ്ത്, മാരുതി വിചാരിക്കാത്ത രീതിയിൽ പോലും അത് ഓൾട്ടർ ചെയ്ത് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് കാണാം. വെറൈറ്റി ആയിട്ട് ചെയ്തേക്കുന്നൊരു മാറ്റങ്ങളാണ്. അപ്പം നമുക്കത് കാണാം. അപ്പം മാരുതിയിൽ ആ വാഗണറിൽ വരുത്തിയേക്കുന്ന മാറ്റങ്ങളും അതേപോലെ അജിത്തേട്ടൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് അജിത്തേട്ടൻ്റെ വീട്ടിലേക്ക് പോകാം. ഓക്കെ. മെഴുകുതിരിയുടെ വെട്ടം മാത്രം നമ്മൾ കാണും. യഥാർത്ഥത്തിൽ ആ മെഴുകുതിരി ഉരുകിക്കൊണ്ടിരിക്കും. സത്യത്തില് ഒരാളുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അയാളുടെ ജീവിതത്തിൽ ഇറങ്ങിയാൽ നമുക്ക് 1.5 വയസ്സിൽ ഞാൻ വീൽ ചെയറിലായത്. പിന്നെ അതിനെ അതിജീവിക്കാനുള്ള ശ്രമമാണ്. പക്ഷെ 47 വയസ്സായപ്പോഴാണ്, 46 വയസ്സ് ആയപ്പോഴാണ് എനിക്കൊരു സ്വയം പര്യാപ്തതയിലേക്ക്, മറ്റുള്ളവരുടെ കണ്ണിലല്ല, ഞാൻ എന്റെ ജീവിതത്തിൽ സ്വയം പര്യാപ്തതയിൽ എത്തിയിട്ടുണ്ട്.
ഇതിന്റെ വർക്കുകളൊക്കെ ചെയ്തത് ഇത് 5 സ്ഥലത്തായിട്ടാണ് വർക്ക് ചെയ്തത്. കേരളത്തിന് വെളിയിൽ തന്നെ നാഗർകോവിലും തൃശ്ശൂരും ചെയ്തിട്ടുണ്ട്. അല്ല, കേരളത്തിനുള്ളിൽ നാഗർകോവിലും കോയമ്പത്തൂരും. ശരിക്കും ഈ റാമ്പിന്റെ വർക്കാണ് തൃശ്ശൂർ ചെയ്തേക്കുന്നല്ലേ? ഈ ഇതിന്റെ അതായത് റാമ്പിന്റെ വർക്ക് ഫുള്ള് ചെയ്തേക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിന്റെ നേതൃത്വത്തിലാണ് ഇത്. അവരുടെ ആ സ്ട്രക്ചർ അനുസരിച്ചാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. ശരിക്കും നമ്മുടെ ബാക്ക് സൈഡ് പൊക്കിയിട്ടുണ്ടല്ലേ? ബാക്ക് സൈഡ് അത് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് ചെയ്തതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിൽവേ ഗേറ്റിന്റെ അടുത്തൊക്കെ ഹമ്പുണ്ട്. അപ്പോൾ വണ്ടി തൃശ്ശൂരിൽ നിന്ന് തന്ന് ഞാൻ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഈ ഹമ്പിനകത്ത് നമ്മുടെ സൈലൻസിന് തട്ടുമായിരുന്നു. കാരണം ബോഡി കുറേ താത്തിട്ടുള്ള തട്ടുമായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഐഡിയ അനുസരിച്ച് ഞാനത് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു 3 ഇഞ്ചിന്റെ ബുഷ് പണിത് അതിനകത്ത് ഫ്രണ്ടിൽ അത് കയറ്റാൻ പറ്റില്ല. അതാണ് ഫ്രണ്ട് ഒരു ഇത്തിരി താന്നതുപോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് വന്നൊരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് നേരെ അടിക്കത്തില്ല, താന്ന് അടിക്കത്തില്ല. രാത്രിയിലപ്പം യാത്ര ഞാൻ അതിനെന്ത് ചെയ്തു, 2 ഫോഗ് ലാമ്പ് നല്ല പവറുള്ള വെച്ചിട്ടുണ്ട്. അത് വെച്ചപ്പോഴത്തേക്ക് കുറച്ചുകൂടെ വിസിബിലിറ്റി ആയല്ലേ? നല്ല
ഇത് മാറ്റങ്ങൾ ഇതിനെ കുറച്ചുകൂടെ സുതാര്യമാക്കിക്കൊണ്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ നമുക്കത്. ഇപ്പം ഐത്തേട്ടന് ഈ വണ്ടി ഇപ്പൊ ഇങ്ങനെ ആക്കിയെടുത്തു, ഐത്തേട്ടന് ടോട്ടലി എത്ര ചെലവ് വന്നിട്ടുണ്ടെന്ന്? വണ്ടി കൂടാതെ എനിക്ക് 7 ലക്ഷം, അതായത് തൃശ്ശൂരിൽ നിന്ന് വണ്ടി ഇവിടെ വരുമ്പോൾ വണ്ടി കൂടാതെ എനിക്ക് 7 ലക്ഷം രൂപ ചിലവായി. 7 ലക്ഷം രൂപ ചിലവായി. ഞാൻ അവിടെ നിന്നെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞാണ് ഇത് മൊത്തം റിമോട്ടിലേക്ക് മാറ്റിയത്. ഇത് നേരത്തെ ഇതെല്ലാം മാനുവലായിരുന്നു. മാനുവൽ എന്ന് പറഞ്ഞാൽ വയറുള്ള റിമോട്ടായിരുന്നു. അത് ഞാൻ വയറില്ലാത്ത റിമോട്ടാക്കി മാറ്റാനായിട്ട് ആലപ്പുഴയിലെ IT മേഖല വർക്ക് ചെയ്യുന്ന പിള്ളേരെ കണ്ടെത്തി അവരെ ഒരു മോഡ് വിടാന് വേണ്ടിയിട്ട് ഒരു മോഡ് വിട് നിർമ്മിച്ചു. എന്നിട്ടാണ് ഇപ്പൊ മനോജ് വീട്ടിലോട്ട് വന്നപ്പോ ഗേറ്റ് ഒക്കെ ഓടിപ്പോകുന്നതാണ്. ആരുടെയും സഹായമില്ലാതെ വീടിനകത്ത് കയറാനും വീട്ടിനകത്തുള്ള ലൈറ്റുകൾ ഫാനുകൾ എല്ലാം അങ്ങനെയാണ്. എല്ലാം റിമോട്ടാണ്. അതെല്ലാം നമ്മുടെ IT മേഖല പിള്ളേരാണ്. നന്നായിട്ട് ഓടിയിട്ടുണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ലേ പൗലക്കോയിലാണോ അയ്യപ്പ കോയിലാണോ പറഞ്ഞേക്കുന്നത് എനിക്ക് ഓർമ്മയില്ല. ഒരു കാര്യം പറഞ്ഞു, നമ്മളെല്ലാം ജീവിക്കുകയല്ല, ജീവിക്കാനുള്ള ശ്രമത്തിലാണ്. ശ്രമം പൂർത്തിയാക്കുമ്പോൾ ജീവൻ തീരും. ഓക്കെ. അപ്പോൾ ഐത്തേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഞങ്ങളുടെ പ്രേക്ഷകരെ കൂടെ ഒന്ന് ചേർത്ത് പിടിക്കുക. ഓക്കെ. നമുക്കൊരു ചിലപ്പോൾ ഒരു കൈപ്പത്തിയുടെ തണലെങ്കിലും മതിയാൻ ചിലർക്ക്. അതെ ജീവിതത്തിലേക്ക് തിരിച്ചു നമ്മുടെ കൈ ഒന്ന് സൂര്യന് നേർക്കൊന്നും മറച്ചു പിടിച്ചാൽ മതിയാവും. അത് പിടിച്ചു കൊടുത്താൽ മതി, ഒരു നഷ്ടമില്ല അങ്ങനെ ചെയ്യുന്നുണ്ട്. അതെ നമ്മുടെ കൈയുടെ പുറത്ത് ചൂടേൽക്കുന്നുള്ളൂ, പക്ഷേ ഒരാളുടെ ജീവിതം ചിലപ്പോൾ രക്ഷപ്പെട്ടെന്നിരിക്കും. അതാണ്. അപ്പോൾ എന്തായാലും ഐത്തേട്ടന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഓക്കെ.